അതിജീവനത്തിന് അടിത്തറ പാകിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പുതിയ നിയമനിർമ്മാണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും കാരണമായിരിക്കുകയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവക മിഷൻ ഗ്രാമീൺ എന്ന പുതിയ പേരിലേക്ക് പദ്ധതിയെ മാറ്റുന്നതിലൂടെ കേവലം പേര് മാറ്റുക മാത്രമല്ല, മറിച്ച് ഈ പദ്ധതിയുടെ അടിസ്ഥാന ശിലയായിരുന്ന തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നത്. തൊഴിലുറപ്പ് നിയമം എന്ന വിപ്ലവകരമായ മാറ്റത്തിൽ നിന്നും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുന്നത് വഴി ഒരു ചരിത്രപരമായ ദൗത്യത്തെ തന്നെ കേന്ദ്രം തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേവലം ഒരു സാങ്കേതികമായ മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ ദരിദ്രന്മാരായ കോടിക്കണക്കിന് ഗ്രാമീണ തൊഴിലാളികളുടെ ഭരണഘടനാപരമായ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി വരുന്നത് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത പങ്കുവയ്ക്കുന്നതിലാണ്. നിലവിലെ നിയമപ്രകാരം തൊഴിലാളികൾക്കുള്ള വേതനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ പദ്ധതിക്ക് ആവശ്യമായ സാധനങ്ങളുടെ ചെലവിന്റെ 75% കേന്ദ്രം തന്നെയായിരുന്നു വഹിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമം നിലവിൽ വരുന്നതോടെ കേന്ദ്ര വിഹിതം 60% ചുരുങ്ങും. ബാക്കി വരുന്ന 40% തുക അതത് സംസ്ഥാന സർക്കാരുകൾ തന്നെ കണ്ടെത്തേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയൊരു ആഘാതമായിരിക്കും സൃഷ്ടിക്കുക. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന നിലയിലേക്ക് മാറ്റപ്പെടുന്നതോടെ ഇതിന്റെ ചെലവ് നിശ്ചയിച്ച പരിധി കവിയുകയാണെങ്കിൽ ആ അധിക ബാധ്യതയും സംസ്ഥാനങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഇത് ഫലത്തിൽ സംസ്ഥാനങ്ങളെ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് വലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. കേരളത്തിൽ നിലവിൽ 22 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ പദ്ധതിയെ ആശ്രയിക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ തലത്തിൽ കെട്ടിവെക്കുന്നതോടെ ഇതിൽ വലിയൊരു വിഭാഗം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതും ഉറപ്പാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത അത് താഴെത്തട്ടിൽ നിന്നുള്ള ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതായിരുന്നു. ഒരു ഗ്രാമത്തിൽ എത്ര പേർക്ക് തൊഴിൽ വേണമെന്ന് ആ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കുകയും അതനുസരിച്ച് സർക്കാർ ഫണ്ട് അനുവദിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു ഇത്. എന്നാൽ പുതിയ നിയമം ഈ ജനാധിപത്യ സ്വഭാവത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്നു. ഇനി മുതൽ ഓരോ സാമ്പത്തിക വർഷത്തിലും സംസ്ഥാനങ്ങൾക്ക് എത്ര വിഹിതം നൽകണമെന്ന് കേന്ദ്രം മുൻകൂട്ടി നിശ്ചയിക്കും. അതായത് എത്ര പേർക്ക് തൊഴിൽ നൽകണമെന്നത് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചല്ല, മറിച്ച് കേന്ദ്രത്തിന്റെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുക. ഇത് തൊഴിലുറപ്പ് എന്ന ആശയത്തിന്റെ തന്നെ അന്ത്യമായി മാറുക തന്നെ ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം. ഗ്രാമപഞ്ചായത്തുകൾക്കും ഗ്രാമസഭകൾക്കും പദ്ധതിയുടെ ആസൂത്രണത്തിലും നിർവഹണത്തിലും ഉണ്ടായിരുന്ന നിർണായകമായ പങ്ക് ഇല്ലാതാക്കി ഇതിനൊരു കേന്ദ്രീകൃത സംവിധാനത്തിന് കീഴിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം നടക്കുന്നത്. കാർഷിക സീസണുകളിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് ജോലികൾ നിർത്തിവെക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന വ്യവസ്ഥ അതിഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഇത് പട്ടിണിയിലേക്ക് തള്ളിവിടും. കാർഷിക ജോലികൾക്കായി കുറഞ്ഞ വേതനത്തിൽ സ്വകാര്യ ഭൂവുടമകളുടെ കീഴിൽ ജോലി ചെയ്യാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ഫലത്തിൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികളുടെ വിലപേശൽ ശേഷി ഇല്ലാതാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. പട്ടിണി മാറ്റാൻ തൊഴിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത് തൊഴിലാളികളുടെ അവകാശമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പൊതുനയമാണ് ഇവിടെ തകർക്കപ്പെടുന്നത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചത് ഈ ഒരു പദ്ധതിയായിരുന്നു എന്ന യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാർ വിസ്മരിക്കുകയാണ്. ഗാർഹിക വരുമാനം 14% വർദ്ധിപ്പിക്കാനും ദാരിദ്ര്യം 26% കുറയ്ക്കാനും തൊഴിലുറപ്പ് പദ്ധതിക്ക് സാധിച്ചിരുന്നു എന്ന് അക്കാദമിക് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിലും ഈ പദ്ധതി വലിയൊരു വിപ്ലവമാണ് ഗ്രാമങ്ങളിൽ നടത്തിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സാമൂഹികമായ അന്തസ്സും സാമ്പത്തിക സുരക്ഷിതത്വവും നൽകിയ ഈ കവചമാണ് ഇപ്പോൾ ഇല്ലാതാക്കുന്നത്. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് പുതിയ ബില്ലിൽ പറയുന്നുണ്ടെങ്കിലും സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ മേൽ ചുമത്തുന്നതോടെ നിലവിലുള്ള 100 ദിവസം പോലും നൽകാൻ കഴിയാത്ത സാഹചര്യമാകും ഉണ്ടാവുക. ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ തൊഴിലുറപ്പ് പദ്ധതിയെ വെറുമൊരു ക്ഷേമ പദ്ധതിയായി ചുരുക്കി അതിന്റെ അന്തസത്ത ചോർത്തിക്കളയാനുള്ള കേന്ദ്ര നീക്കം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്നത് ഉറപ്പാണ്. ഗ്രാമീണ ഇന്ത്യയുടെ ശബ്ദം അടിച്ചമർത്തുന്ന ഈ നിയമനിർമ്മാണം ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെ വെല്ലുവിളിയായി തന്നെ തുടരുക തന്നെ ചെയ്യും.